അതൊരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഇയാളെ പ്രതിയെ സാക്ഷിയാക്കി കോടതിയിൽ വിസ്തരിക്കാമായിരുന്നു. പോലീസ് ഹാജരാക്കിയെങ്കിലും അത് കോടതി അംഗീകരിച്ചില്ല. അത് അവഗണിച്ചുകൊണ്ടാണ് അയാളെ വെറുതെ വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ 4 ഘടകങ്ങളും ഈ കേസിനകത്ത് പ്രോസിക്യൂഷൻ തെളിയിച്ചിട്ടുണ്ട്. അപ്പീൽ പോയാൽ അത് അടിയന്തര പ്രാധാന്യത്തിൽ പരിഗണിക്കുവാൻ സാധ്യത കുറവാണ്. എങ്കിലും അത്ര ശക്തമായ വാദഗതികളൊക്കെ വന്നപ്പം സോമാദേയ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി ഒഴിവാകരുതായിരുന്നു നല്ലത്. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകൾ എണ്ണി പറഞ്ഞ് കോടതി. ഗൂഢാലോചന നടന്നു എന്ന് പറയുന്നത് 2013-ലാണ്. എന്നാൽ 2017-ലാണ് കുറ്റകൃത്യം നടന്നത്. 2 വർഷവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് കോടതി നിരീക്ഷിച്ചു. ദിലീപ് അറസ്റ്റിന് ശേഷവും ഫോൺ ഉപയോഗിച്ചു. അത് എങ്ങനെയെന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. അതിൽ തൃപ്തികരമായ വിശദീകരണം നൽകാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ദിലീപിനെ പൂട്ടണം എന്ന വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽ ദിലീപിന് പങ്കുണ്ട് എന്ന് തെളിയിക്കാനും പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. 2013 തന്നെ ഗൂഢാലോചന നടന്നുവെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന് എടുത്തു പറയുന്നുണ്ട്. ഇങ്ങനെ അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകൾ എണ്ണി പറഞ്ഞാണ് കോടതിയുടെ വിധി. 2013 മുതൽ 2017 വരെയുള്ള കാലയളവിൽ വിവിധ കേസുകളിൽ സുനി എവിടെയായിരുന്നുവെന്ന് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ കാലഘട്ടത്തിൽ സുനി ഒളിവിൽ പോയതായി പ്രോസിക്യൂഷൻ വാദിക്കുന്നു. എന്നാൽ ചില ക്രിമിനൽ കേസുകളിൽ ഇയാൾ കോടതിയിൽ ഹാജരായിട്ടുണ്ട്. ഇതിലൊരു കേസിൽ വെറുതെ വിട്ടിട്ടുമുണ്ട്. ഗൂഢാലോചന ആരോപിക്കുമ്പോൾ പ്രതി എവിടെ, എങ്ങനെ, എന്ത് ചെയ്തു എന്നൊക്കെ വിശദമായി അന്വേഷണ സംഘം അന്വേഷിക്കണമായിരുന്നുവെന്നും കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് സാർ തന്നെ വീണ്ടും ചെയ്യുകയാണ്. സാർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്തുകൊണ്ട് പ്രതികൾക്കുള്ള ശിക്ഷ കുറഞ്ഞുപോയി എന്നതിനെക്കുറിച്ചും ദിലീപ് നിരപരാധിയായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇനി ചോദിക്കാനുള്ളത്, സർക്കാർ അപ്പീൽ പോകുന്നുണ്ട് ഈ ഒരു വിധിക്കെതിരെ. ഹൈക്കോടതിയിൽ നിന്ന് അതിജീവിതയ്ക്ക് നീതി കിട്ടുമോ? നീതി കിട്ടുമെന്നതാണ് ഞാൻ കരുതുന്നത്. കോടതി തെളിവ് അപര്യാപ്തമാണ് എന്ന് പറഞ്ഞ ചില മേഖലകളുണ്ട്. ഒന്ന് 120B ഗൂഢാലോചന, അതിനകത്ത് തെളിവില്ല എന്നാണ് കോടതി വരുന്നത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൂഢാലോചന ആര്, അല്ലെങ്കിൽ ഈ ഒരു ക്രൈം ചെയ്യാൻ ആരാണ് പ്രേരിപ്പിച്ചത്, വത്സ സുനിയെ, ആരാണ് അതിൻ്റെ കോൺട്രാക്ട് എടുത്തത്? കാരണം വത്സ സുനി കൃത്യമായിട്ട് കോടതിയിൽ പറഞ്ഞില്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. വെളിയിൽ ഇറങ്ങിയപ്പോൾ അയാൾ പല സ്ഥലത്തും പറഞ്ഞു അത് ദിലീപ് തന്നെയാണ് അത് ചെയ്യിച്ചത് എന്ന് പറയുന്നുണ്ട്. അതൊരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഇയാളെ പ്രതിയെ സാക്ഷിയാക്കി കോടതിയിൽ വിസ്തരിക്കാമായിരുന്നു. അതിനകത്ത് ചിലപ്പം കോടതിക്കകത്ത് കയറി കഴിയുമ്പം പ്രതി ചിലപ്പോൾ അത് പറഞ്ഞില്ല എന്ന് വരും. പക്ഷേ ഈ വെളിയിൽ പറഞ്ഞ ആൾക്കാരുടെ കാര്യത്തെപ്പറ്റി ചോദിച്ചു കഴിയുമ്പം അതിനെന്താണ് ഉത്തരം പറയുന്നത്? ചിലപ്പോൾ അത് അഡ്മിറ്റ് ചെയ്ത് പോവാം, 50-50 ചാൻസാണ്. പക്ഷേ ഇയാളെ പ്രതിസ്ഥാനത്ത് ഉള്ള ഇയാളെ ഒരു സാക്ഷിയായിട്ട് കോടതിയിൽ കൊണ്ടുവന്നില്ല പ്രോസിക്യൂഷൻ. അതോടൊപ്പം തന്നെ ഈ കേസിലെ പ്രതിയായ ദിലീപിനെ സാക്ഷിയാക്കി കൊണ്ടുവരാം, അതിനൊക്കെ പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ഈ 2 പേരെയും കോടതിയിൽ വിസ്തരിക്കാമായിരുന്നു. പക്ഷെ അതിലേക്ക് പ്രോസിക്യൂഷൻ പോയിട്ടില്ല. അതിനകത്ത് ചിലപ്പം ഡേഞ്ചറസ് ആയ കാര്യങ്ങളുണ്ട് എങ്കിൽ തന്നെയും വിസ്തരിച്ചാൽ അതിനകത്തൊരു എവിഡൻസ് കിട്ടട്ടെ. അത് കോൺട്രഡിക്റ്റ് ആയിട്ട് എവിഡൻസ് വരുമോ ഇല്ലയോ എന്തെങ്കിലും അന്നേരം ഇയാളെ വിസ്തരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 120B തനിക്കെതിരായിട്ടും ഗൂഢാലോചന ഉണ്ട് എന്നൊരു കാര്യത്തെപ്പറ്റി ചോദ്യം ചെയ്യാമായിരുന്നു. അത് ആദ്യം മുതലേ പറയുന്നുള്ള കാര്യമാണ്. അങ്ങനെ ചോദിക്കുമായിരുന്നെങ്കിൽ ഇപ്പം കേസ് അയാൾ വിധി വന്നതിന് ശേഷം അയാൾ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് വിട്ട ശേഷം അയാൾക്ക് ഈ ആരോപണം ഉന്നയിക്കാൻ കഴിയില്ലായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൈക്കോടതിയിൽ എത്തുമ്പോൾ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിധി റദ്ദാക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും അത് റദ്ദാക്കാനുള്ള സാഹചര്യമുണ്ട്. കാരണം ഹൈക്കോടതിയിൽ എപ്പോഴാണ് ചിലപ്പം 1-2 വർഷം എടുത്തെന്ന് വരായിരിക്കും. അത് ഫയലിലെടുക്കണം. ഹൈക്കോടതി ഫയലിലെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വേറൊരു പെർസ്പെക്റ്റീവിലായിരിക്കും ഹൈക്കോടതി അത് കാണുന്നത്. കാരണം ഇവിടെ കോടതിയെ ഹാജരാക്കിയ ദിലീപിനെതിരായിട്ട് ഗൂഢാലോചനയ്ക്ക് ഹാജരാക്കിയ പല തെളിവുകളും ജില്ലാ ജഡ്ജി അംഗീകരിക്കുന്നില്ല. അത് റെലവൻ്റ് അല്ല. അത് ധാരാളം എവിഡൻസ് 120B പോലീസ് ഹാജരാക്കിയെങ്കിലും അത് കോടതി അംഗീകരിച്ചില്ല. അത് അവഗണിച്ചുകൊണ്ടാണ് അയാളെ വെറുതെ വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ഹൈക്കോടതി ചെന്ന് കഴിയുമ്പം അത് വീണ്ടും ആ എവിഡൻസ് കോടതി ഏത് പെർസ്പെക്റ്റീവിലാണ് അനലൈസ് ചെയ്യുന്നത് അതേ രീതിയിലായിരിക്കത്തില്ലല്ലോ ഹൈക്കോടതിയിലെ ജഡ്ജി നോക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റിഗേറ്റർ എന്ന നിലയിൽ നമ്മൾ പല കേസുകളും ഗൂഢാലോചനയുടെ കേസ് ശിക്ഷിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട്
ഈ കേസിനകത്ത് തീർച്ചയായിട്ടും ആവശ്യത്തിനുള്ള ശിക്ഷിക്കാനുള്ള എവിഡൻസ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷെ കോടതിയുടെ മൈൻഡിൽ അത് ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്തില്ല. അത് മറ്റൊരു തലത്തിലാണ് കോടതി കണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ പോയാൽ ഇതിന് കൃത്യമായ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് ഹൈക്കോടതി കണ്ടെത്തും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ വിധിപ്പകർപ്പിൽ 300 പേജുകളിൽ ദിലീപിനെ എന്തുകൊണ്ട് കുറ്റവിമുക്തനാക്കിയെന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അതിൽ നിന്ന് വ്യക്തവുമാണ്. അപ്പോൾ ഈ തെളിവുകൾ എങ്ങനെ ഹൈക്കോടതിയിൽ നിലനിൽക്കും? അല്ല, അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം സെക്ഷൻ 8 IPC അല്ലെന്നുണ്ടെങ്കിൽ സെക്ഷൻ 6 BNA തെളിവ് നിയമം, എവിഡൻസ് ആക്ട്, അങ്ങനെ അത് ആ എവിഡൻസ് ആക്ട് അനുസരിച്ച് ഇതിനകത്ത് ഒരു മോട്ടീവ് വേണം. സെക്ഷൻ 8 അങ്ങനെയാണ് പറയുന്നത്. മോട്ടീവ്, പ്രിപ്പറേഷൻ, പ്രീവിയസ് കോണ്ടക്ട്, സബ്സിക്വന്റ്. എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതകം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അതിന്റെ മോട്ടീവ്, എന്തിനാണ് ആ വ്യക്തിയോടുള്ള വൈരാഗ്യം കൂടുമ്പോഴല്ലേ കുത്തിക്കൊല്ലുന്നത്. അപ്പൊ അത് മോട്ടീവ് പറയണം. രണ്ടാമത്, അതിനുള്ള തയ്യാറെടുപ്പുണ്ടാവും. കൊലപാതകം ചെയ്യുന്നയാൾ 2-3 പേരുടെ അടുത്ത് പറഞ്ഞു ഞാൻ അവനെ തട്ടും, അതിനവൻ ഒരു കത്തി വാങ്ങിച്ചു, അല്ലെങ്കിൽ കത്തി കരുതി കൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ തോക്ക് കൈവശം വെച്ച് നടക്കുന്നു, അല്ലെങ്കിൽ ചെറിയൊരു വാള് കൈവശം കരുതുന്നു. അപ്പൊ അതൊരു പ്രിപ്പറേഷനാണ്. അപ്പൊ അതാണ് സെക്ഷൻ 8 പറയുന്നത്. മോട്ടീവ് ഉണ്ടാകണം, പ്രിപ്പറേഷനായി. പിന്നെ പ്രീവിയസ് സബ്സിക്വന്റുമായിട്ടുള്ള ഇയാളുടെ കോണ്ടാക്ട്. ഈ കൊലപാതകം മുമ്പ് ഇയാൾ പലരിടത്തും പല വാചോടി നടത്തിയിട്ടുണ്ട്. അവനെ ഞാൻ തീർക്കും, അവനോട് ഞാൻ പ്രതികാരം ചെയ്യും എന്നുള്ള രീതിയിൽ അത് സംസാരിക്കും. ഈ കൃത്യത്തിന് ശേഷം പലരിടത്തും പറയാം, അവന് അതൊരു പാഠമാണ്, അവനത് മനസ്സിലായിക്കോട്ടെ, അവനൊരു പാഠം പഠിച്ചു എന്ന് നമ്മൾ കൃത്യത്തിന് ശേഷവും പറയും. ഇതാണ് സെക്ഷൻ 8 അല്ലെങ്കിൽ BNA സെക്ഷൻ 6. അപ്പൊ അതുകൊണ്ട് എവിഡൻസ് ആക്ട് പുതിയ നിയമം അനുസരിച്ച് സെക്ഷൻ 6 അല്ലെങ്കിൽ പഴയ നിയമം അനുസരിച്ച് സെക്ഷൻ 8, മോട്ടീവ്, പ്രിപ്പറേഷൻ, പ്രീവിയസ് കോണ്ടക്ട്, സബ്സിക്വന്റ് കോണ്ടക്ട്, ഈ 4 ഘടകങ്ങളും ഈ കേസിനകത്ത് പ്രോസിക്യൂഷൻ തെളിയിച്ചിട്ടുണ്ട്, ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ മറ്റൊരു കാര്യമുള്ളത്, 1-ാം പ്രതി പൾസർ സുനി ചില മാധ്യമ പ്രവർത്തകർക്ക് നൽകിയ അഭിമുഖങ്ങളിൽ ഗൂഢാലോചന എങ്ങനെയാണ് ഉടലെടുത്തത് എന്ന് വ്യക്തമാക്കിയിരുന്നു. സാറും കണ്ടുകാണും ആ അഭിമുഖം. എന്നാൽ കോടതിയിൽ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലിനും സുനി തയ്യാറായിട്ടുമില്ല. എന്തുകൊണ്ടാണ് തങ്ങളോട് ഒരു തരത്തിലും കോടതിയിൽ മറ്റൊരു തരത്തിലും പറയുന്നത് എന്ന് ഒരു മാധ്യമ പ്രവർത്തക പൾസർ സുനിയോട് ചോദിച്ചപ്പോൾ സുനി കോടതിയിൽ അങ്ങനെയേ പറയാനാവൂ എന്നാണ് മറുപടി നൽകിയത്. ദിലീപിന്റെ റോൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് പൾസർ സുനി അത് കോടതിയിൽ പറയാതിരുന്നത്? അപ്പോൾ ദിലീപ് അല്ലേ ഇതിന് പിന്നിൽ? അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വെളിയിൽ വെച്ച് താനീ കൊട്ടേഷൻ നടത്തി ദിലീപ് പറഞ്ഞിട്ടാണെന്ന് പറയുകയും, കോടതി അയാൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് കോടതിയിൽ ഒന്നും പറയാനില്ല. കോടതിയിൽ അത് കുറ്റസമ്മതമായിട്ട് കോടതി പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് തീർച്ചയായിട്ടും ജീവപര്യന്തം വിധിക്കും. അപ്പം ഇതിനകത്ത് അയാൾക്ക് ലൈഫ് ഇംപ്രിസ്മെന്റ് കിട്ടാൻ യോഗ്യതയുള്ള ആളാണ്. അതിൽ നിന്ന് എന്തായാലും തൽക്കാലം അയാൾ രക്ഷപ്പെട്ടു. 20 വർഷത്തേക്ക് അയാൾ ഇപ്പം ശിക്ഷ അനുഭവിച്ചാൽ മതി. അതിൽ 7.5 വർഷത്തോളം അയാൾ റിമാൻഡിൽ കിടന്നു. പോയിട്ട് 12.5 വർഷം കഴിഞ്ഞാൽ ദിലീപിന്റെ ഈ കേസിനകത്ത് തീർച്ചയായിട്ടും പൾസർ സുനിക്ക് വെളിയിലിട്ട് വരാൻ സാധിക്കും. 12.5 വർഷം, ഏറ്റവും കുറവ് സമയം ഇനി ജയിലിൽ കിടന്നാൽ മതി ഈ പൾസർ സുനിക്കെന്നാണ് ഞാൻ കരുതുന്നത്. സാർ, ഈ കേസ് നടക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാരും അതിജീവിതയും ഈ ഒരു കേസ് മറ്റൊരു ജഡ്ജിക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ സുപ്രീം കോടതി ഈ വാദങ്ങൾ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. പക്ഷപാതപരമായാണ് ജഡ്ജി പെരുമാറുന്നത് എന്നതിന് തെളിവൊന്നും ഇല്ല എന്ന ഹൈക്കോടതി നിരീക്ഷണങ്ങൾ ശരിവെക്കുകയാണ് സുപ്രീം കോടതിയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതി വരെ പോയ ഒരു കേസ് കൂടിയാണ് ഇത്. ഇതിൽ ഇനി എങ്ങനെയാണ് അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക? അത് സാധാരണഗതിയിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയുള്ള ജഡ്ജിമാര് അവരുടെ ബെഞ്ചിൽ വരുന്ന ചില മാറ്റർ അതിൽ നിന്ന് ഒഴിവാകുന്ന കാണാം. അതൊക്കെ പത്രവാർത്ത നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. കേരള ഹൈക്കോടതിയിൽ പലരും അവർ നേരത്തെ വക്കീലായിരുന്ന സമയത്ത്, അഡ്വക്കേറ്റ് ആയിരുന്ന സമയത്ത് അവർ കൈകാര്യം ചെയ്തു, അവരുടെ ജൂനിയർ ആരെങ്കിലും കൈകാര്യം ചെയ്ത ഒരു കേസിനകത്ത് വിധി പറയാനായിട്ട് ഹൈക്കോടതി ജഡ്ജി തയ്യാറാവില്ല. സാധാരണഗതിയിൽ അവർ അതിൽ നിന്ന് പിന്മാറും. അത് പല സംഭവങ്ങളും നമ്മളത് കണ്ടിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ അതുപോലെ ഉണ്ടായിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ തീർച്ചയായിട്ടും അതിൻ്റെ അപ്പീലൊക്കെ പല ഹൈക്കോടതികളിൽ ഞാൻ അപ്പിയർ ചെയ്തതാണ്. ഇപ്പം ഞാൻ സുപ്രീം കോടതി ജഡ്ജിയാണ്. അതുകൊണ്ട് അത് എന്നെ ആ ജഡ്ജിമെന്റ് പറയുന്നതിന്, ആ മാറ്റർ
പരിശോധിക്കുന്നതിൽ എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് എല്ലാവരും ഒഴിവാകുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിക്ക് എതിരായിട്ട് ആരോപണം പറഞ്ഞു, അവരെ മാറ്റണമെന്ന് പറഞ്ഞു. അതിജീവിത തന്നെ ഈ ജഡ്ജിന് നീതി കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത്രയും ശക്തമായ വാദഗതികളൊക്കെ വന്നപ്പം സ്വമേധയ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി ഒഴിവാകരുതായിരുന്നു നല്ലത്. അതവർ ചെയ്തില്ല. എന്തിനാണ് അത്രയും ആരോപണങ്ങൾ വന്നിട്ടും ആ കേസ് കേൾക്കാനായിട്ട് വീണ്ടും വീണ്ടും തയ്യാറായത് എന്നുള്ള പ്രസക്തമായ ഒരു ചോദ്യവും നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. കോടതികളിലെ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അപ്പീൽ പോയാലും അടിയന്തര പ്രാധാന്യത്തോടെ കോടതി ഈ ഒരു കേസ് പരിഗണിക്കും. അപ്പീൽ പോയാൽ അത് അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കുവാൻ സാധ്യത കുറവാണ്. എങ്കിലും ഇവിടെ നീതി കിട്ടിയില്ല തനിക്ക് എന്നാണ് ഇതിൻ്റെ കംപ്ലൈനന്റ് അതിജീവിത പറയുന്നത്. അവിടെ കോടതിയിൽ നിന്ന് മാറ്റാനായിട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടും ആ കോടതി മാറിയില്ല. ഹൈക്കോടതിയിൽ സുപ്രീം കോടതി പോയപ്പോൾ എനിക്ക് നീതി ലഭിച്ചില്ല, എനിക്ക് മറ്റൊരു ജഡ്ജിയാണെങ്കിൽ ഇതിൽ കൂടുതൽ എനിക്ക് നീതി ലഭിക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കൊടുക്കുന്ന ആ ഒരു അപേക്ഷ, സാധാരണഗതിയിലെ ഒരു കേസിന്റെ അപ്പീല് അതിന്റെ സീനിയോറിറ്റി അനുസരിച്ചാണ് ഹൈക്കോടതി നോക്കുന്നത്. എത്ര സീരിയസ് ആയ കേസാണെങ്കിലും ശരി, അതിന്റെ സീനിയോറിറ്റി അനുസരിച്ചാണ് ഹൈക്കോടതി നോക്കുന്നത്. ചിലപ്പം 1 വർഷം 2 വർഷം 3 വർഷം കഴിഞ്ഞൊക്കെ അത് ഫയലിൽ സീനിയോറിറ്റി അനുസരിച്ച് എത്തുള്ളൂ. അപ്പോഴാണ് നോക്കുന്നത്. പക്ഷെ ഈ കേസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നീതി കിട്ടിയില്ല തനിക്ക് ഇതുവരെ എന്ന് അതിജീവിത, ആ നീതി കിട്ടിയത് ഈ ജഡ്ജ്മെന്റ് വന്ന ശേഷമല്ല അവർ പറയുന്നത്. ഇതിന്റെ തുടക്കം മുതലേ അവർ ഒരു വനിതാ ജഡ്ജി വേണമെന്ന് പറഞ്ഞു. വനിതാ ജഡ്ജി വന്നപ്പം അവർ നീതി ലഭിക്കില്ല പല കാരണങ്ങൾ കൊണ്ട്. കോടതിയിലെ പല സന്ദർഭത്തിലും ആ വാദി അതിജീവിതയെ അവരെ വിസ്തരിക്കുന്ന സമയത്ത് വളരെ മോശമായ പെരുമാറ്റം വക്കീലന്മാരിൽ നിന്നൊക്കെ അവർക്കുണ്ടായി. കോടതി അത് തടഞ്ഞില്ല എന്ന ആക്ഷേപം അങ്ങനെ റിട്ടേൺ ആയിട്ടും എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നത്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്ന് ആയി ജഡ്ജിന്റെ മുമ്പിൽ വന്നപ്പം അതിൽ നിന്ന് പിന്മാറുന്നതായിരുന്നു ഉചിതമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.